അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കഴിഞ്ഞ ക്ലാസ്സിൽ സൂറ ബഖറ 223 ആയത്ത് വരെയാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഇൻഷാ അല്ലാഹ് ഇന്ന് നമുക്ക് ബാക്കി വരുന്ന ഭാഗങ്ങൾ നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലാ തജഅലുല്ലാഹ ഉഖ്വതൻ ലിഅയ്മാനികും അൻ تبروا وتتقوا وتصلحوا بين الناس والله سميع عليم. ولا تجعلوا വാവ് ഉച്ചരിക്കുന്ന സമയത്ത് ചുണ്ടുകളെ വട്ടത്തിൽ പിടിച്ചു കൊടുക്കുക കേട്ടോ. പല്ലിനെ ചുണ്ടിൽ തട്ടിക്കാതെ നോക്കുക. ലാമിൻ്റെ കൂടെ അലിഫ് മദ് വന്നു, 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. തെജാലു ജീം കൊൽക്കല ലെറ്റർ ആയതുകൊണ്ട് സുക്കൂനാവുമ്പോൾ ഫുൾ സുക്കൂന് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. സുക്കൂനിൻ്റെ സൗണ്ടിനെ വ്യക്തമായിട്ട് കേൾപ്പിക്കുക. തെജാലു അതിൻ്റെ സൗണ്ട് തൊണ്ടയുടെ മധ്യഭാഗത്തു നിന്ന് കൊണ്ടുവരിക. ലാമിൻ്റെ കൂടെ മദ് വന്നിട്ടുണ്ട്. ആ മദ്ദിനെ നമ്മൾ കൂട്ടി ഓതുമ്പോൾ കട്ട് ചെയ്ത് കൊടുക്കുക. ഹംസത്തുൽ വസ്ൽ വന്നല്ലോ, അപ്പോൾ മദ്ദിനെ കട്ട് ചെയ്തിട്ട് ഉച്ചരിക്കുക. അവ്വ എന്നുള്ള നാമത്തിൻ്റെ മുന്നേയുള്ള അക്ഷരത്തിന് വമ്മയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അവ്വ എന്നുള്ള നാമത്തിലെ ലാമിനെ ഉയർത്തിയിട്ട് ഉച്ചരിക്കുക. ഒവ്വതല്ലി ഐമാനിക്കും അതിൻ്റെ സൗണ്ട് തൊണ്ടയുടെ മധ്യഭാഗത്ത് തന്നെ കൊണ്ടുവരാൻ ശ്രദ്ധിക്കുക. വാദ് ഇസ്തിഅലായിൻ്റെയും ഇത്ബാക്കിൻ്റെയും ലെറ്ററാണ്. നാവിൻ്റെ മുഴുവൻ ഭാഗങ്ങളും മുകളിലേക്ക് ഉയർത്തിയിട്ട് വേണം തഫ്രീം ചെയ്യാനായിട്ട്. താക്ക് ഫതഹ തെൻവീന് വന്നു. തെൻവീനിന് ശേഷം ഇദാം ബിലാഗുനയുടെ അക്ഷരമായിട്ടുള്ള ലാമാണ് വന്നിട്ടുള്ളത്. തെൻവീനിലുള്ള നൂനിനെ ലാമിലേക്ക് ലയിപ്പിച്ച് ഒന്നയില്ലാതെ ഓതി കൊടുക്കുക. ലയിപ്പിക്കുന്നുണ്ട്, പക്ഷെ ഒന്ന കൊടുക്കാതെ ഓതുക കേട്ടോ. ഒവ്വതല്ലി ഐമാനിക്കും ഓതരുത്. ഒവ്വതല്ലി ഐമാനിക്കും അതുപോലെ ഓതുക കേട്ടോ. മീമിൻ്റെ കൂടെ അലിഫ് സ്വഗീറയാണ് വന്നിട്ടുള്ളത്. 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. നൂൻ സാക്കിനയ്ക്ക് ശേഷം ഇഖ്ഫാൻ്റെ ലെറ്ററായിട്ടുള്ള താ വന്നു. നൂൻ സാക്കിനയെ മറച്ചു വെച്ചിട്ട് മണിച്ചോതി കൊടുക്കുക. അൻതബറു നോതിപ്പോവരുത്. നൂനിൻ്റെ സൗണ്ടിനെ വ്യക്തമായിട്ട് കേൾപ്പിക്കരുത്. ഒന്ന് ഹൈഡ് ചെയ്യുകയും ചെയ്യുക, അതോടൊപ്പം തന്നെ മണിക്കുകയും ചെയ്യുക കേട്ടോ. റോക്ക് വമ്മയാണ്, ഉയർത്തിയിട്ട് ഉച്ചരിക്കണം. വാവ് മദ് കൂടെ വന്നിട്ടുണ്ട്. 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. വാവ് ഉച്ചരിക്കുന്ന സമയത്ത് ചുണ്ടുകളെ വട്ടത്തിൽ പിടിച്ചു കൊടുക്കുക. താക്ക് ശബ്ദം വന്നിട്ടുണ്ട്. 2 അക്ഷരങ്ങൾ ഉച്ചരിക്കുന്ന കനം കൊടുക്കണം. ലൈറ്റാക്കിയിട്ട് ഉച്ചരിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഖാഫ് ഇസ്തിഅലാൻ്റെ ലെറ്ററാണ്. നാവിൻ്റെ ബാക്ക് മുകളിലേക്ക് പൊക്കി കൊടുക്കുക. തഫ്രീം ചെയ്യുക. വാവ് മദ് കൂടെ വന്നിട്ടുണ്ട്. 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. വാവ് ഉച്ചരിക്കുന്ന സമയത്ത് ചുണ്ടുകളെ വട്ടത്തിൽ പിടിച്ചു കൊടുക്കുക. പല്ലിനെ ചുണ്ടിൽ തട്ടിക്കാതെ നോക്കുക കേട്ടോ. സ്വാദ് ഇസ്തിഅലായിൻ്റെയും ഇത്ബാക്കിൻ്റെയും ലെറ്ററാണ്. അപ്പോൾ നാവിൻ്റെ മുഴുവൻ ഭാഗങ്ങളും മുകളിലേക്ക് ഉയർത്തിയിട്ട് വേണം തഫ്രീം ചെയ്യാനായിട്ട്. സൗണ്ടിനെ തൊണ്ടയുടെ മധ്യഭാഗത്ത് തന്നെ കൊണ്ടുവരിക. വാവ് മദ് കൂടെ വന്നിട്ടുണ്ട്. 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക കേട്ടോ. ഇനി ഇവിടെ സ്വാദ് കൽക്കല ലെറ്റർ അല്ലല്ലോ, അപ്പോൾ ഹാഫ് സുക്കൂന് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. വതുസ്ലിഹു നോതരുത്. വതുസ്ലിഹു അതുപോലെ ഓതുക. ബൈനന്നാസ് നൂനിൻ്റെ ശബ്ദം വന്നു. അഖ്മൽ ഉന്നനാണ്, നന്നായിട്ട് മണിച്ചു കൊടുക്കുക. നൂനിൻ്റെ കൂടെ മദ് വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ വഖഫിൻ്റെ ചിഹ്നമായിട്ടുള്ള ജീമാണ് വന്നിട്ടുള്ളത്. വഖഫും വസ്ലും നമുക്ക് അവിടെ അനുവദനീയമാണ്. ഇനി നമ്മളിവിടെ വഖഫ് ചെയ്യുന്ന സമയത്ത് നമ്മൾ സീനിന് സുക്കൂന് കൊടുത്തിട്ടാണല്ലോ വഖഫ് ചെയ്യുക. ആ സമയത്ത് ഇവിടെ വരുന്ന മദ് 6 സുക്കൂനായിട്ട് മാറും. സുക്കൂനും അതിന് മുന്നേ മദ് വന്നാൽ മദ് 6 സുക്കൂനായിട്ട് മാറും. 2, 4, 6 കൗണ്ട് വിധം നീട്ടി നമ്മളവിടെ വഖഫ് ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ. വല്ലാഹു സമീഉൻ അലീം. വാവ് ഉച്ചരിക്കുമ്പോൾ ചുണ്ടുകളെ വട്ടത്തിൽ പിടിച്ചു കൊടുക്കുക. അവ്വ എന്നുള്ള നാമത്തിലെ ലാമിനെ ഉയർത്തിയിട്ട് ഉച്ചരിക്കുക. മുന്നേയുള്ള അക്ഷരത്തിന് ഫതഹയാണ് വന്നിട്ടുള്ളത്, അതുകൊണ്ട് ഉയർത്തി കൊടുക്കുക. സമീഉൻ അതിന് വമ്മ തെൻവീനാണ് വന്നിട്ടുള്ളത്. തെൻവീനിന് ശേഷം ഇദ്ഹാറിൻ്റെ ലെറ്ററായിട്ടുള്ള ഐന് വന്നു. അപ്പോൾ തെൻവീനിലുള്ള നൂനിൻ്റെ സൗണ്ടിനെ വ്യക്തമാക്കി മണിക്കാതെ ഓതുക കേട്ടോ. സമീഉൻ വ്യക്തമായിട്ട് കേൾക്കണം. സമീഉൻ അലീം അതുപോലെ ഓതുക. അതിൻ്റെ സൗണ്ടിനെ ക്ലിയർ ആക്കി കൊടുക്കുക കേട്ടോ. ഇനി ഇവിടെ മദ്ദ് സുക്കൂനിൽ വഖഫ് ചെയ്യുമ്പോൾ 2, 4, 6 കൗണ്ട് വീതം നീട്ടി വഖഫ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ലാ യുആഖിദുകുമുല്ലാഹു ബില്ലഗ്വി ഫീ ഐമാനികും വലാകിൻ യുആഖിദുകും ബിമാ കസബത് ഖുലൂബുകും വല്ലാഹു ഗഫൂറുൻ ഹലീം. ലാ യുആഖിദുകും ഇവിടെ ലാമിന് ശ്രദ്ധ വന്നിട്ടുണ്ട്. നമ്മളൊരു ആയത്തിൻ്റെ തുടക്കത്തിൽ ശ്രദ്ധയുള്ള ഒരു അക്ഷരം വന്നു കഴിഞ്ഞാൽ അതിനെ കനം കൊടുത്തിട്ട് ഉച്ചരിക്കൂല കേട്ടോ. ഇവിടെ ശ്രദ്ധ വരുന്ന സമയത്ത് നമ്മൾ 2 അക്ഷരങ്ങൾ ഉച്ചരിക്കുന്ന കനം കൊടുത്തിട്ടാണല്ലോ സാധാരണ ഓതാറ്. പക്ഷേ ഒരായത്തിൻ്റെ തുടക്കത്തിൽ ശ്രദ്ധയുള്ള ഒരു അക്ഷരം വന്നാൽ നമ്മൾ അതിനെ ശ്രദ്ധ ഒഴിവാക്കിയിട്ടാണ്
ഓതുന്നത്. ലാ അത് ഓതിയാൽ മതി. ലാ എന്ന് പറഞ്ഞിട്ട് ശ്രദ്ധ കൊടുക്കരുത്. ലാ യുആഖിദുകും. ഹ ഹംസയുടെ കൂടെ അലിഫ് മദ് വന്നിട്ടുണ്ട്, 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. ഹ ഇസ്തിഅലാൻ്റെ ലെറ്ററാണ്. പക്ഷേ ഇസ്തിഅലാൻ്റെ ലെറ്റേഴ്സിന് കിസ്റയാവുന്ന സമയത്ത് നമ്മുടെ നാവിൻ്റെ ബേക്ക് നമുക്ക് കൂടുതലായിട്ട് മുകളിലേക്ക് പൊക്കാൻ കഴിയില്ല. അപ്പോൾ അക്ഷരത്തിൻ്റെ സൗണ്ടിനെ വ്യക്തമാക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഹൈ എന്നുള്ള സൗണ്ട് തന്നെ കൊടുക്കാൻ ശ്രദ്ധിക്കുക. തൊണ്ടയുടെ ആദ്യ ഭാഗത്തു നിന്നാണ് ഹ എന്നുള്ള അക്ഷരം പുറപ്പെടുന്നത്. അപ്പോൾ അതിൻ്റെ സൗണ്ട് വ്യക്തമാക്കി കൊടുക്കുക. അവ്വ എന്നുള്ള നാമത്തിൻ്റെ മുന്നേയുള്ള അക്ഷരത്തിന് വമ്മ വന്നു, അതുകൊണ്ട് അവ്വ എന്നുള്ള നാമത്തിലെ ലാമിനെ ഉയർത്തിയിട്ട് ഉച്ചരിക്കുക കേട്ടോ. ബില്ലഗ്വി ഗൈനിൻ്റെ സൗണ്ട് തൊണ്ടയുടെ ആദ്യ ഭാഗത്ത് നിന്ന് തന്നെ കൊണ്ടുവരിക. കൊൽക്കല ലെറ്ററില്ലാത്തത് കൊണ്ട് ഹാഫ് സുക്കൂന് കൊടുക്കുക. ബില്ലഗ്വി എന്ന് ഓതരുത്, ബില്ലഗ്വി ഹാഫ് സുക്കൂന് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഫീ ഐമാനിക്കും ഫ കൂടെ മദ് വന്നിട്ടുണ്ട്. മദ്ദക്ഷരത്തിന് ശേഷം അടുത്ത വേർഡിലായിട്ടാണ് ഹംസ വന്നിട്ടുള്ളത്. മദ് ജായിസ് മുൻഫസിലാണ്. 2 or 4 കൊണ്ട് നീട്ടിയിട്ട് പാരായണം ചെയ്ത് കൊടുക്കുക. മീമിൻ്റെ കൂടെ അലിഫ് മദ് വന്നു, 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. ഐമാനിക്കും വലാകി യുആഖിറുക്കും. ഇവിടെ മീം സാക്കിനയ്ക്ക് ശേഷം ബ മീം എന്നീ 2 അക്ഷരങ്ങൾ ഒഴിച്ചിട്ടുള്ള ഏതൊരക്ഷരം വന്നാലും മീം സാക്കിനെ നമ്മൾ വ്യക്തമാക്കി മണിക്കാതെ ഓതി കൊടുക്കുക. ഇവഹാർ ഷഫവി മീം സാക്കിനയുടെ നിയമത്തിലുള്ള ഇവഹാർ. വാവ് ഉച്ചരിക്കുമ്പോൾ ചുണ്ടുകളൊന്ന് സർക്കിൾ ചെയ്ത് പിടിക്കുക കേട്ടോ. ലാമിൻ്റെ കൂടെ അലിഫ് മദ് വന്നു, 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. അലിഫ് സ്വാഗിറയാണ്, 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. നൂൻ സാക്കിനയ്ക്ക് ശേഷം ഇദാം ബ്രൗനയുടെ അക്ഷരമായിട്ടുള്ള യാ വന്നു. നൂൻ സാക്കിനയെ യായിലേക്ക് ലയിപ്പിച്ച് ഉന്നയോടുകൂടി ഓതാനായിട്ട് ശ്രദ്ധിക്കുക. വലാകി യുആഖിറുക്കും. ഹംസയുടെ കൂടെ അലിഫ് മദ് വന്നിട്ടുണ്ട്, 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. ഹ ഇസ്തിഅലാൻ്റെ ലെറ്ററാണല്ലോ. ഇസ്തിഅലാൻ്റെ ലെറ്റേഴ്സിന് കിസ്റയാവുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നു നാവിൻ്റെ ബേക്ക് കൂടുതലായിട്ട് മുകളിലേക്ക് പൊക്കാൻ കഴിയില്ല. അക്ഷരത്തിൻ്റെ സൗണ്ടിനെ തൊണ്ടയുടെ ആദ്യ ഭാഗത്ത് നിന്ന് തന്നെ കൊണ്ടുവരിക കേട്ടോ. ഹൈ എന്നുള്ള സൗണ്ട് തന്നെ കൊടുക്കുക. യുആഖിറുക്കും ബിമാ. മീം സാക്കിനയ്ക്ക് ശേഷം ബ ആണ് വന്നിട്ടുള്ളത് അല്ലേ. മീം സാക്കിനയ്ക്ക് ശേഷം ബായും ബ നിന്ന് കഴിഞ്ഞാൽ ഇഖ്ഫാ ഷഫവിയാണ് വരുന്നത്. മീം സാക്കിനയുടെ നിയമത്തിലുള്ള ഇഖ്ഫാ. അപ്പോൾ അവിടെ മണിച്ചിട്ട് ഓതണം, മറച്ചു വെച്ച് മണിച്ചോതണം. യുആഖിറുക്കും ബിമാ, അതുപോലെ മറച്ചു വെച്ച് മണിച്ചോദ്യം കേട്ടോ. ബിമാ കസബത് ഖുലൂബുക്കും. മീമിൻ്റെ കൂടെ അലിഫ് മദ് വന്നിട്ടുണ്ട്, 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. കാഫ് ഉച്ചരിക്കുന്ന സമയത്ത് കുറച്ചൊന്ന് ചെരിച്ചു കൊടുക്കുക കേട്ടോ. ത സുക്കൂനാവുന്ന സമയത്ത് കുറച്ച് എയർ പാസ് ചെയ്യുന്ന സൗണ്ട് കൊടുക്കുക കേട്ടോ. ഹാഫ് സുക്കൂനും കൊടുക്കുക, കുറച്ച് എയർ പാസ് ചെയ്യുന്ന സൗണ്ട് കൊടുത്തിട്ട് ഓതുക. കസബത്ത് അതുപോലെ ഓതുക കേട്ടോ. കസബത് ഖുലൂബുക്കും. ഖാഫ് ഇസ്തിഅലാൻ്റെ ലെറ്ററാണ്. നാവിൻ്റെ ബേക്ക് മുകളിലേക്ക് പൊക്കി കൊടുക്കുക. തഫ്രീം ചെയ്യുക. ഓ എന്നുള്ള സൗണ്ടും കൊടുക്കുക. ഖാഫിൻ്റെ സൗണ്ടിനെ ക്ലിയർ ആക്കുകയും ചെയ്യുക കേട്ടോ. ലാമിൻ്റെ കൂടെ വൗമദ് വന്നു, 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. ഇവിടെ വഖഫിൻ്റെ ചിഹ്നമായിട്ട് ഖൈലയാണ് വന്നിട്ടുള്ളത്. വഖഫ് ചെയ്യലാണ് ഉത്തമം. ഇനി നമ്മൾ വഖഫ് ചെയ്യുമ്പോൾ മീമിന് ഹാഫ് സുക്കൂന് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. വല്ലാഹു ഗഫൂറുൻ ഹലീം. വാവ് ഉച്ചരിക്കുമ്പോൾ ചുണ്ടുകളൊന്ന് വട്ടത്തിൽ പിടിച്ചു കൊടുക്കുക. അവ്വ എന്നുള്ള നാമത്തിൻ്റെ മുന്നേയുള്ള അക്ഷരത്തിന് ഫതഹ വന്നു. അവ്വ എന്നുള്ള നാമത്തിൽ ലാമിനെ ഉയർത്തിയിട്ട് ഉച്ചരിക്കുക. ഗഫൂറൻ ഗൈനിൻ്റെ സൗണ്ട് തൊണ്ടയുടെ ആദ്യ ഭാഗത്ത് തന്നെ കൊണ്ടുവരിക. അതിനൽ ഹൽക്കിൽ നിന്നും കൊണ്ടുവരിക കേട്ടോ. എന്നുള്ള സൗണ്ട് കൊടുക്കുക. നമ്മൾ തൊണ്ടയുടെ ആദ്യ ഭാഗത്ത് തന്നെ കൊണ്ടുവരിക. നമുക്ക് തൊണ്ടയ്ക്ക് എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ ഉപ്പുവെള്ളമൊക്കെ ഗാർഗിൾ ചെയ്യാറില്ലേ, ആ സമയത്ത് വരുന്നൊരു സൗണ്ട് ഉണ്ടല്ലോ, അതാണ് ഗൈനിന് കൊടുക്കേണ്ടത്. ഗഫൂറുൻ ഹലീം. ഫ ഇവിടെ വൗമദ് വന്നിട്ടുണ്ട്, 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. റോക്ക് വമ്മ തെൻവീനാണ് വന്നിട്ടുള്ളത്. തെൻവീനിന് ശേഷം ഇൽഹാറിൻ്റെ ലെറ്ററായിട്ടുള്ള ഹ വന്നു. തെൻവീനിലുള്ള നൂനിൻ്റെ സൗണ്ടിനെ വ്യക്തമാക്കി മണിക്കാതെ ഓതിക്കൊടുക്കുക. ഗഫൂറുൻ. ഇവിടെ നൂനിൻ്റെ സൗണ്ടിന് വ്യക്തമായിട്ട് കേൾക്കണം. ഗഫൂറുൻ ഹലീം. അതുപോലെ ഓതുക കേട്ടോ. ഹ എന്നുള്ള അക്ഷരത്തിൻ്റെ സൗണ്ടിനെ തൊണ്ടയുടെ മധ്യഭാഗത്ത് നിന്ന് കൊണ്ടുവരാം. ഹ എന്നുള്ള അക്ഷരത്തിൻ്റെ സൗണ്ടായി പോകരുത് കേട്ടോ. തൊണ്ടയുടെ അവസാന ഭാഗത്ത് നിന്ന് വരുന്ന ഹ എന്നുള്ള അക്ഷരത്തിൻ്റെ സൗണ്ടായി പോവാതെ നോക്കുക. ഹലീം നോതരുത്, ഹലീം. ഇനി അവസാനത്തിൽ മദ്ദാലു സുക്കൂനിൽ വഖഫ് ചെയ്യുമ്പോൾ 2, 4, 6 കൊണ്ട് വിധം നീട്ടി വഖഫ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ വെച്ചിട്ട് അവസാനിപ്പിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.